ഹലോ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ നമുക്കും ഉണ്ടാക്കിയാലോ? നല്ല പേരില്ലേ ഇഫ ചിക്കൻ. കുഞ്ഞുങ്ങൾക്ക് പേരിട്ട പോലെ ഇല്ലേ? അപ്പോൾ ഞാൻ ഒരു ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്ത് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് 1/2 കപ്പ് തൈര്, 2 ടീസ്പൂൺ വിനാഗിരും കൂടെ ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് ഏകദേശം ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബട്ടർ നാൻ ആയിരുന്നു. അതിൻ്റെ റെസിപ്പി അടുത്തതായിട്ട് ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു 6 മണിക്കൂറിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണേ. ഇനിയിപ്പോൾ അതിലേക്കൊരു ചീസി മയോണൈസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് പുഴുങ്ങിയ മുട്ടയുടെ വെള്ള 2 ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3 വെളുത്തുള്ളി, ഒരു 1/4 കപ്പ് പാല്, ഫ്രഷ് ക്രീം, അതുപോലെ തന്നെ പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുക്കണേ. 2 ചീസിൻ്റെ സ്ലൈസും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് നടിച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ക്രീം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇതുപോലെ തന്നെ ആവി കയറ്റിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഇഫ ചിക്കൻ റെഡി ആയി കിട്ടും. കണ്ടോ എൻ്റെ ബട്ടർ നാനും ഇഫ ചിക്കനും ഞാൻ ഇനി കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് ടാറ്റാ.